പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. ഇന്ന് ഇടവിട്ട് മാത്രമാണ് ജില്ലയിൽ മഴ പെയ്തത്. മലയോര മേഖലകളിൽ നിന്ന് പ്രളയജലം ഇറങ്ങി തുടങ്ങിയെങ്കിലും പമ്പാ നദിയുടെ തീരപ്രദേശങ്ങളിൽ പ്രളയ ദുരിതം രൂക്ഷമായി തുടരുകയാണ്. ആറന്മുളയിലും അപ്പർ കുട്ടനാടിലും അടക്കം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ആറന്മുളയിലെ മിക്ക പ്രദേശങ്ങളിലും നിലവിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇവിടെ ഭക്ഷണവും വൈദ്യുതിയും ലഭിക്കുന്നില്ല എന്ന പരാതിയും ശക്തമാകുന്നുണ്ട്. മലയോര മേഖലകളിൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസമാകുന്നുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയജലം ദുരിതം വിതയ്ക്കുന്ന കാഴ്ചയാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. മഴയുടെ ശക്തി കുറഞ്ഞതോടെ റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. ഇതോടെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കെട്ടിക്കിടക്കുന്ന ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള തീവ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലം MLA പഴകുളം മധുവിൻ്റെ നേതൃത്വത്തിൽ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് അടക്കം ഇന്ന് ശുചീകരിച്ചു. എന്നാൽ മലയോരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ വെള്ളം പമ്പയുടെ തീരപ്രദേശങ്ങളായ ആറന്മുളയിലും അപ്പർ കുട്ടനാട്ടിലും പ്രളയജലമായി നിറഞ്ഞു നിൽക്കുകയാണ്. ആറന്മുളയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതോടെ പലയിടത്തും വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. ഒറ്റപ്പെട്ട തുരുത്തുകളിൽ കുടിവെള്ളവും ഭക്ഷണവും ലഭിക്കാതെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. ഈ പ്രദേശങ്ങളിൽ അടിയന്തിരമായി ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴ പൂർണ്ണമായും മാറി നിന്നാൽ പോലും ആറന്മുളയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകി മാറാൻ കുറഞ്ഞത് 2 ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. ആറന്മുള മണ്ഡലത്തിൽ മാത്രം ഇതുവരെ 23 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 1600ഓളം പേരെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.